മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ പുതിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇന്ന് ചേർന്ന CPM സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം സ്ഥിരീകരിച്ച ജയകുമാർ വിവാദങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രതയുണ്ടാകുമെന്നും പ്രതികരിച്ചു. മുൻ ചീഫ് സെക്രട്ടറിയായ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡിന്റെ ചുമതല ഏൽപ്പിക്കാനുള്ള തീരുമാനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് എടുത്തത്. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരും ആവശ്യപ്പെട്ടത് IAS-കാരെ പ്രസിഡന്റാക്കി വെക്കണമെന്നതായിരുന്നു. അതുകൂടി പരിഗണിച്ചാണ് കെ ജയകുമാറിന്റെ പേരിലേക്ക് CPM എത്തിയത്. സ്വർണ്ണപ്പാളി വിഷയത്തിൽ നടക്കുന്ന അന്വേഷണം തുടരുമെങ്കിലും വിവാദങ്ങൾ മറികടക്കാൻ കെ ജയകുമാറിലൂടെ കഴിയുമെന്നാണ് CPM പ്രതീക്ഷ. ഉത്തരവാദിത്വം വളരെ വലുതാണെങ്കിലും ഞാനത് സന്തോഷത്തോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയും ഏറ്റെടുക്കുകയാണ്. തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണം നടത്ത് അതിൻ്റെ വഴിപോലെ നടക്കും. ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീർത്ഥാടനം ഭംഗിയാവുക എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് വെല്ലുവിളി എന്ന് എനിക്ക് തോന്നുന്നു. നാളെ ഔദ്യോഗിക പ്രഖ്യാപനം വരുമെന്നാണ് സൂചന. മുൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലറും നിലവിൽ IMG ഡയറക്ടറുമാണ് കെ ജയകുമാർ. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടി നൽകാൻ വിജ്ഞാപനമിറക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയത്. പാർട്ടി നേതാക്കളെ ചുമതലയേൽപ്പിച്ചാൽ വീണ്ടും വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് കെ ജയകുമാറിലേക്ക് CPM എത്തിയത്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മറികടക്കാമെന്നും ജയകുമാറിനെ തീരുമാനിച്ചതിന് പിന്നിലുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.